ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ഭദ്രൻ്റെ മുൻപിൽ ചോദിക്കുകയാണ്, പറ പറ അച്ഛ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അച്ഛനറിയോ? അപ്പോൾ വിലാസിനെ അത് മേടിച്ചിട്ട് എനിക്ക് നല്ല പരിചയം തോന്നുന്നില്ലല്ലോ മോളെ. അപ്പോൾ ഭദ്രൻ അത് മേടിച്ചിട്ട് ഇവര് നമ്മുടെ ആരാ? നമ്മുടെ ആരാ? നമ്മുടെ ആരുമല്ല. എന്നാലും ആ രഹസ്യം നീ അറിയണ്ട, അത് ശരിയാവില്ല. അതെന്താ ഞാൻ അറിഞ്ഞാൽ? അപ്പോൾ വിലാസിനി, അതേ ഭദ്രേട്ട, അവൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം? അതങ്ങോട്ട് പറഞ്ഞേക്ക്. അവൾ ആദ്യമായിട്ട് ചോദിക്കുന്നതല്ലേ, എന്തെങ്കിലും ഉണ്ടാവും. ഭദ്രേട്ട പറഞ്ഞു കൊടുക്ക്. അത് പറയാൻ എനിക്ക് പറ്റില്ല വിലാസിനി. അതെന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചത്. പറഞ്ഞു കൊടുക്ക് ഭദ്രേട്ട. മോൾ ആദ്യമായിട്ട് ഓരോ കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പറഞ്ഞു കൊടുക്ക് ഭദ്രേട്ട എന്നും വിലാസിനെ നിർബന്ധം പിടിക്കുക. ഇത് കേട്ടതും ശരി, ഞാൻ പറഞ്ഞു തരാം. ഇത് പറഞ്ഞ എനിക്കെന്താ ഗുണം? അത് കേട്ടതും വിലാസിനി, പറഞ്ഞില്ലെങ്കിൽ എന്താ ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ലല്ലോ. അപ്പം അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അപ്പോൾ ഗീതു, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നേ? അച്ഛൻ എന്ത് വേണമെന്നാ? കുറച്ച് പൈസ അവിടെ ആവശ്യമുണ്ട്. പൈസ കിട്ടിയാൽ ഞാൻ ആ കാര്യം പറയാം. അത് കേട്ടതും ഗീതു, എത്ര രൂപ അച്ഛന് വേണ്ടത്? ഒരു 5 ലക്ഷം രൂപ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അത് കേട്ടതും 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപയ്ക്ക് അച്ഛൻ എന്നോട് ഈ രഹസ്യം പറയണ്ട, ഇങ്ങ് കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് മൊബൈലും തട്ടിപ്പറിച്ച് ഗീതു താഴേക്ക് പോവുക. ഈ സമയം വിലാസിനി, എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് എന്തിനാ 5 ലക്ഷം രൂപ? 5 ലക്ഷം രൂപയുടെ വല്ല ആവശ്യവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? വെറുതെ ഗീതുവിനെ വഴക്കിടിപ്പിച്ചു. എന്തിനു വേണ്ടിയാ വെറുതെ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തി 5 ലക്ഷം രൂപ ചോദിച്ചത്? എടി, എപ്പോഴും അവൾ നമ്മൾക്കിട്ട് പണി തന്നെ തരുക. പ്രിയയോടൊപ്പം ചേർന്ന് അവളും നമുക്കിട്ട് 8ൻ്റെ പണിയല്ല തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ അവളോട് 5 ലക്ഷം ചോദിച്ചു എന്ന് കരുതി ഒരു തെറ്റുമില്ല. എന്നാലും നിങ്ങൾക്ക് 1 ലക്ഷം രൂപയെങ്കിലും ചോദിച്ചാൽ മതിയായിരുന്നു. വെറുതെ 5 ലക്ഷം അവളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഗോവിന്ദനോട് പോയി 5 ലക്ഷം ചോദിച്ചാൽ ഗോവിന്ദ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഞാൻ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ പതുക്കെ താഴേക്ക് ഇറങ്ങി പോവുക. അപ്പോൾ പ്രിയയെ കണ്ടിട്ട്, പ്രിയേ, അച്ഛനും അമ്മയ്ക്കിട്ട് പണി കൊടുക്കുമ്പോൾ ഇത്തിരി കുറഞ്ഞ പണിയൊക്കെ മതി കേട്ടോ. അങ്ങനെ ഞാൻ കൊടുക്കുന്നുള്ളൂ ചേച്ചി. അവരെ പാഠം പഠിപ്പിക്കാൻ ചെറിയ ചെറിയ പണികൾ എന്നെ കുറേ കഷ്ടപ്പെടുത്തിച്ചല്ലേ, അതുപോലെ ഞാനും ഇത്തിരി കഷ്ടപ്പാട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർക്ക് എന്തെങ്കിലും വരാൻ തക്ക വിധിയിൽ ഞാനൊന്നും ചെയ്യില്ല ചേച്ചി. അപ്പോഴേക്കും വിലാസിന് ഓടി വരിക. മോളെ ഗീതു, മോള് ചോദിച്ച രഹസ്യം എന്താണെന്ന് അമ്മ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാം. മോളെ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അമ്മ എന്നെ സഹായിക്കണമെന്നില്ല. അങ്ങനെ പറയല്ലേ മോളെ, അമ്മക്ക് കാശൊന്നും വേണ്ട. ഈ മൊബൈൽ കണ്ടോ, ഒരുപാട് പഴയതായി. മോൾ ഈ മൊബൈലൊന്ന് ശരിയാക്കി തന്നാൽ മതി. വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോവുക. എന്ത് രഹസ്യം ചേച്ചി? മോളെക്കുറിച്ചുള്ള രഹസ്യമൊന്നും അല്ല മോളെ, മോളെ ബന്ധപ്പെടുന്നതും അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ, മോളെ നിൽക്ക്, ഈ മൊബൈലൊന്ന് നോക്കിയേ, അമ്മയ്ക്ക് ഇതുപോലൊരു നല്ല മൊബൈൽ മേടിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും ഭദ്രന് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നെല്ലാം കേൾക്കുക. എടി ഭയങ്കരി, 1 ലക്ഷം രൂപ ചോദിക്കാമെന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവളുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക. ഈ ഭദ്രൻ്റെ വായെന്ന് അങ്ങാരൊരു രഹസ്യം പുറത്തേക്ക് വരില്ലെന്ന് തന്നെ കൂട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഗീതു ആ മൊബൈൽ മേടിച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ നോക്കുക. മൊബൈലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മയ്ക്ക് വേറൊരു മൊബൈൽ? അയ്യോ, ആര് പറഞ്ഞു കുഴപ്പമില്ലാന്ന്? ഈ മൊബൈലിൽ മൊത്തം കുഴപ്പമാണ് മോളെ. ചാർജ് പോലും കയറുന്നില്ല. ചാർജ് കുത്തിയിട്ട എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാ ചാർജ് കയറുന്നതെന്ന് അറിയാമോ? അപ്പോൾ ഗീതു ആ മൊബൈലിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക. മോളെന്താ ആലോചിക്കുന്നേ? അമ്മയ്ക്ക് ഏത് തരത്തിലുള്ള മൊബൈൽ വേണമെന്ന് ആലോചിക്കുമായിരുന്നു. എന്നിട്ട് ഗീതു വീണ്ടും ആലോചിക്കുക, ഈ മൊബൈലിൽ നിന്നും എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വിളിക്കാം. അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട്, ഗീതുവേ ഞാനൊന്ന് നോക്കട്ടെ അമ്മേ എന്നും പറഞ്ഞ് ചെക്ക് ചെയ്യുന്ന പോലെ കാണിച്ച് നമ്പർ കുത്തി ഗീതുവിനെ വിളിക്കുക. എന്നിട്ട് ഗീതു ആ ഫോണ്, ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയ്ക്ക് ഏത് ഫോൺ മേടിക്കണമെന്നൊന്ന് ആലോചിക്കട്ടെ, അമ്മ പേടിക്കൊന്നും വേണ്ട. അയ്യോ എൻ്റെ ചക്കര മോള് എന്നും പറഞ്ഞ് വിലാസിനി ഗീതുവിൻ്റെ കവളത്തൊരു ഉമ്മ കൊടുക്കുക. അപ്പോൾ ഗീതു ആ ഫോൺ അവിടെ വെച്ചു. അപ്പോൾ പ്രിയയോട് ഗീതു, എന്നാൽ ഞാൻ പോയിട്ട് വരാം മോളെ. ശരി ചേച്ചി, പോയിട്ട് വാ. അപ്പോഴേക്കും ഗീതുവിൻ്റെ ഫോൺ അടിക്കുക. ചേച്ചിയുടെ ഫോൺ അടിക്കുന്നു. എന്നാൽ ശരി മോളെ. ശരി അമ്മ, ഞാൻ ഇറങ്ങുവാണേ എന്നും പറഞ്ഞ് ഗീതു പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി സ്കൂട്ടറും കൊണ്ട് എടുത്ത് വേഗത്തിൽ കുറേ ദൂരം അങ്ങോട്ട് മാറി നിൽക്കുക. അതിനുശേഷം ഫോൺ എടുത്ത് വെച്ച് ഓൺ ചെയ്തിട്ട് കാതിൽ വെക്കുകയാണ്. ഈ സമയം വിലാസിനി അവിടെ ഇരിക്കുക. അപ്പോൾ പ്രിയ അങ്ങോട്ട് പോയി. പ്രിയ പോയത് ഭദ്രൻ ഇറങ്ങി വന്നു. എടി വിലാസിനി, നിന്റെ ബുദ്ധിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. എന്താ ഭദ്രേട്ട? അതെ, ആ ഫോട്ടോയിലുള്ള ആൾ ആരാ ഭദ്രേട്ട?
അത് ഭദ്രേട്ടൻ അറിയോ? പിന്നെ എനിക്കറിയാത്ത ആളുണ്ടോ അറയ്ക്കൽ തറവാട്ടിൽ? എനിക്ക് എല്ലാവരെയും അറിയാം. അപ്പൊ അതാരാ ഭദ്രേട്ട? എനിക്ക് അത്ര വലിയ പരിചയമൊന്നും തോന്നിയില്ലല്ലോ. എന്നാ നിനക്കും പരിചയമുണ്ട്, പക്ഷെ കുറേ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ടാ നിനക്ക് ഓർമ്മയില്ലാത്തത്. അന്ന് അവര് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരുന്നില്ല. ഇവരിപ്പോ തടിച്ചു ഒത്തിരി വെളുത്തൊക്കെ ചെയ്തപ്പോൾ നിനക്ക് അടയാളം മനസ്സിലാവുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ഗീതു ആലോചിക്കുക, പറയച്ചാ വേഗം പറ, അതാരാണെന്ന് വേഗം പറ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയം വിലാസിനെ, ഭദ്രേട്ട പറ ഭദ്രേട്ട, എന്നോട് എന്തിനാ ഇങ്ങനെ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്നേ? പറ ഭദ്രേട്ട എന്നും പറയുക. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഈ രഹസ്യം ചോർത്തിയെടുക്കാന്ന് നീ വിചാരിക്കണ്ട. അതെന്താ ഭദ്രേട്ട, ഞാൻ ഭദ്രേട്ടൻ്റെ ഭാര്യയല്ലേ? അങ്ങനെയുള്ളപ്പോൾ രഹസ്യങ്ങളൊന്നും ഭാര്യമാരോട് മറച്ചു വെക്കരുതെന്നാ. പറ ഭദ്രേട്ട. അത് അറയ്ക്കൽ തറവാടിൻ്റെ എന്ന്. പറ പറ. അപ്പൊ ഗീതു വേഗം പറയച്ചാ വേഗം പറ എന്നും പറഞ്ഞിങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. നിന്റെ പൂതി മനസ്സിലിരിക്കട്ടെ, ഞാൻ പറഞ്ഞു തരില്ല. പറ ഭദ്രേട്ട, എന്തൊരു കഷ്ടമാ എന്നും പറഞ്ഞ് വിലാസിനെ സോപ്പിടുക. നീയേ 1,00,000 രൂപ മേടിക്കാന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് മൊബൈൽ വേണമെന്ന് പറഞ്ഞില്ലേ? ഭദ്രേട്ട ഞാനേ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് 10,00,000 രൂപ മേടിച്ചു തരാം. 10,00,000 രൂപ ഭദ്രേട്ടന് മേടിച്ചു തരും ഉറപ്പായിട്ടും. 10,00,000 രൂപ മേടിച്ചു തരുമ്പോൾ എന്നോട് ഈ കാര്യം പറയോ? നീ ആദ്യം 10,00,000 രൂപ മേടിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ പറയാം. നീ വിഷമിക്കണ്ട വിലാസിനി, 10,00,000 രൂപ മേടിച്ച 1,00,000 രൂപ നിനക്ക് ഞാൻ കമ്മീഷനായിട്ട് തരാം. അത് കേട്ടതും ഗീതു, ഇതുങ്ങൾക്ക് വേറെ പണിയില്ല, ഏത് നേരവും പൈസ 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 എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ദേ മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് 10,00,000 രൂപ കിട്ടിയാ നിങ്ങൾക്ക് ഞാൻ തരുമോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെയും ഭദ്രനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പ്രിയ അങ്ങോട്ട് വരിക. എന്തോ രഹസ്യമുണ്ട്, ഞാൻ അറിയാത്ത എന്തോ രഹസ്യം. 2 കൂടെ സുഖിച്ചിരിക്കുക. ഈ 2 അങ്ങനെ സുഖിപ്പിക്കണ്ട. അച്ഛാ അമ്മേ, ഇതെന്താ? അരിയൊക്കെ അവിടെ ഇരുന്ന് ഇത് വെള്ളം കയറി ഇത് കേടായി പോയി അതൊന്ന് അരക്കി. അരി മുഴുവനും നന്നായിട്ടൊന്ന് അരഞ്ഞിട്ട് പോലുമില്ല. കൊച്ചേ, എനിക്കിപ്പോൾ പറ്റുമൊന്നുമില്ല. ഈശ്വര, അത്ര അരി വെറുതെ കളയാനോ? ചെല്ലമ്മേ, വെറുതെ ഇരിക്കണ്ട, ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ വിലാസിനെ, ഭദ്രേട്ട എന്നാ വാ നമുക്ക് പോവാം. അച്ഛനെ വിളിച്ചോണ്ട് പോവുകയാണോ? അച്ഛനെ വിളിച്ചോണ്ട് പോയാൽ അച്ഛൻ്റെ ജോലി ആര് ചെയ്യും? ഭദ്രേട്ടന് എന്താ ജോലി എന്ന് വിലാസിന് ചോദിക്കുക. അച്ഛൻ്റെ ജോലി അരി പൊടിക്കുക എന്നുള്ളതാ. അരി പൊടിക്കാനായിട്ട് ഞാൻ ഉരലിലിട്ട് വെച്ചിട്ടുണ്ട്. അച്ഛൻ വാ. അത് കേട്ടതും എൻ്റെ മോളെ, അരി പൊടിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അച്ഛ ഒലക്ക കൊണ്ടൊന്ന് കുത്തിയാൽ മതി, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു കഷ്ടമില്ലാത്ത ജോലിയാ ഈ അരി പൊടിക്കല്. എന്നാൽ പിന്നെ മോക്ക് തന്നെ ചെയ്തൂടെ? കുഞ്ഞ് വയറ്റിലുള്ളപ്പോൾ ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ? അച്ഛൻ വന്നേ, അച്ഛന് ഭാരമില്ലാത്ത ജോലിയാ ഞാൻ അവിടെ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. അരി പൊടിക്കലും കറിക്ക് മുളക് പൊടിക്കലും എന്ത് വേണമെങ്കിലും അച്ഛനോട് പറഞ്ഞോ. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വിലയ്ക്ക് വാങ്ങാൻ വന്നാലും ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മതി, എല്ലാം അച്ഛൻ ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ എഴുന്നേറ്റ് പോവുക. ഒപ്പം വിലാസിനെയും അവർ 2 പേരും അങ്ങോട്ട് പോയി കഴിഞ്ഞതും പ്രിയ ആലോചിക്കുകയാണ്. ഞാൻ അറിയാത്ത എന്തോ രഹസ്യം ഇവരുടെ മനസ്സിലുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഗീതു വെച്ച് വന്നതും മറ്റെന്തോ ഒരു രഹസ്യം അന്വേഷിക്കാൻ തന്നെയാണ്. മൊബൈലിലുള്ള ഫോട്ടോ ആരുടെ ആയിരിക്കും? എന്തായാലും പതുക്കെ ഗീതു വെച്ചിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ഓരോന്നാലോചിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് രാധികയാണ്. രാധിക വീട്ടിലെത്തി. രാധിക എത്തിയതും ഗോവിന്ദ് വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മ ഇതെവിടെ പോയതാ എന്ന് ഗോവിന്ദ് രാധികയോട് ചോദിക്കുക. അത് പിന്നെ മോനെ, ഞാൻ നമ്മുടെ നാശം കാണാൻ കാത്തിരിക്കുന്ന ഒരുത്തിയെ കാണാനായിട്ട് പോയതാ. ആര്? അറയ്ക്കൽ തറവാടിൻ്റെ അടിവേരിളക്കി എൻ്റെ മോനെ നാണക്കേടിന് മുൻപിൽ നിർത്തിയിട്ട് പോയ ഒരുത്തിയെ, വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെ. ഇത് കേട്ടതും ഗോവിന്ദ് ഞെട്ടി. അമ്മ എന്തിനാ ആ വൃത്തികെട്ട സ്ത്രീയെ കാണാൻ പോയത്? അത് പിന്നെ അമ്മ അവരെ കാണാൻ പോയത് എന്തിനാന്ന് വെച്ചാൽ, ഗീതു ഇപ്പോൾ അവരുടെ ഉപദേശം കേട്ട് തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഗീതു നമ്മളോടെല്ലാം ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ കാല് പിടിക്കാനും തയ്യാറായി തന്നെയാണ് ഞാൻ പോയത്. വേണ്ടായിരുന്നു അമ്മേ, അങ്ങനെ ഒരു പോക്ക് വേണ്ടായിരുന്നു. അത് ശരിയല്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ അത് എന്നെ നാണം കെടുത്തുന്ന ഇതായിരിക്കും. ഇല്ല മോനെ, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷേ എനിക്ക് അവളെ കണ്ട് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. ഗീതുവിനെ നിർത്തി അവൾ നമ്മളോട് കളിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടി പോയതാ. ഈ രാധിക ആരാണെന്ന് അവൾക്കറിയില്ല. അവളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ ഗീതുവിൻ്റെ കാര്യം, ഗീതു നിൻ്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. എന്തൊക്കെയായാലും ഞാനൊന്നേ പറയൂ. ഗീതുവിനെ വെച്ച് അവൾ കളിക്കുക. അതുകൊണ്ട് രഹസ്യങ്ങളൊന്നും ഗീതു അറിയാതെ നോക്കണം. ഗീതു അത്ര പെട്ടെന്ന് രഹസ്യമൊന്നും കണ്ടുപിടിക്കില്ല. പക്ഷെ ആകെയുള്ളൊരു പേടി ഭദ്രനാ.
ഭദ്രനെ അടുത്തേക്ക് ഗീതു ഇന്ന് പോയായിരുന്നു. കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്തായാലും വീഴും. കാശിൻ്റെ കാര്യം കണ്ടു കഴിയുമ്പോൾ ഗീതുവിനോട് എല്ലാ രഹസ്യവും പറയുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് മുകളിലേക്ക് പോയി. ഈ സമയം രാധിക ആലോചിക്കുകയാണ്. അതെ, ഭദ്രനെയാണ് ആദ്യം ഒതുക്കേണ്ടത്. എത്ര ലക്ഷം മുടക്കിയാലും ഈ രഹസ്യം തുറന്നു പറയാൻ പാടില്ല എന്ന് ഭദ്രനെ വിലക്കണം എന്നും പറഞ്ഞുകൊണ്ട് രാധിക ആലോചിക്കുകയാണ്. അതിനുശേഷം രാധികയും അകത്തേക്ക് പോകാൻ ഒരുങ്ങുക. ഈ സമയം ഗീതുവും കാഞ്ചനയും രേഖയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല ഗീതു പാപ്പാവുക്ക് എന്നെ ഇവളൊക്കെ അവലെ ഗോവിന്ദ മാമ പേസാമ പോയിച്ച് അതിനാലെയാ അത് കേട്ടതും അങ്ങനെയൊന്നും പറയണ്ട കാഞ്ചന. ഗീതുവിനെ കാണേണ്ട സമയത്തൊക്കെ കൃത്യമായിട്ട് ഗോവിന്ദേട്ടൻ കാണുന്നുണ്ട്. അത് കേട്ടതും കാഞ്ചന പുരിഞ്ചിരിച്ച് വിളക്ക് തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലേ അത് കേട്ടതും അയ്യേ നിങ്ങൾ എന്ത് വർത്താനമൊക്കെ പറയുന്നേ? അല്ല നാ സുമ്മാ സൊന്നെ ഗോവിന്ദ് മാമ ഇപ്പടി കോപ്പിട്ട് പോണതിനാലെ കേട്ടെ. ഗീതു പാപ്പ ഇവളോ കവലെ? എനിക്കൊരു കവലയില്ല, ഒന്ന് മിണ്ടാതിരിക്കാമോ എന്ന് ഗീതു ചോദിക്കുക. അല്ല ഗീതു, നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ, എന്തു പറ്റി? ഗോവിന്ദേട്ടനുമായിട്ട് പിണങ്ങിയോ? നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നേ എന്ന് രേഖയും ചോദിക്കുക. എൻ്റെ രേഖേച്ചി, എനിക്കൊരു കുഴപ്പമില്ല, ഞാനേ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. അതൊന്നുമല്ല, നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്. എന്താണേലും പറ മോളെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു പ്രശ്നമില്ല രേഖേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാധികാമ്മ കയറി വരിക. ദേ അമ്മ വന്നല്ലോ, ദേ മാമി എന്നും കാഞ്ചന. അത് കേട്ടതും 3 പേരും എഴുന്നേറ്റു. അല്ല അമ്മ ഇതെവിടെ പോയതാ? ഞാൻ ബാംഗ്ലൂർ വരെ പോയതാ, ഒരു ബിസിനസ് കാര്യം സംസാരിക്കാനായിട്ട്. എന്നിട്ട് എന്തായി അമ്മേ എന്ന് ചോദിക്കുകയാണ്. അത് നിങ്ങളറിയേണ്ട ആവശ്യമില്ല. അത് കേട്ടതും ഗീതു പോയ കാര്യം തോറ്റു തൊപ്പിയിട്ട അമ്മ വന്നിരിക്കുന്നത്. വെല്ലുവിളികൾക്കിടയിലും നമ്മുടെ അമ്മ തന്നെ തോറ്റുപോയിന്നാ ഞാൻ അറിഞ്ഞത്. അമ്മ ബാംഗ്ലൂർക്ക് പോയ കാര്യം ഗീതു എങ്ങനെ അറിഞ്ഞു? അതൊരു ബിസിനസ് കാര്യമായിരുന്നില്ലേ? അപ്പൊ ഗീതുവിന് എങ്ങനെ അറിയാൻ പറ്റി? അതൊക്കെ എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ അധിക പറയുക പിന്നെ കമ്പനിയുടെ പ്രോജക്റ്റിന്റെ കാര്യമല്ലേ, അത് പിന്നെ അവൾ അറിയാതിരിക്കോ എന്നും. അത് കേട്ടതും എന്നാ പിന്നെ കാര്യം എന്താണെന്ന് പറ മാമി. ഒന്നുമില്ല, ഒരാളെ വെല്ലുവിളിക്കാൻ പോയതാ. ആ പ്രോജക്റ്റിൽ നിന്ന് അമ്മ ജയിക്കുമോ ആവോ? ജയിക്കുമടി, ഞാൻ തന്നെ ജയിക്കും. ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ രാധികയെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആരുമില്ല, മനസ്സിലായല്ലോ? അതുകൊണ്ട് ഈ രാധിക തന്നെ ജയിക്കും. ആ പ്രോജക്റ്റിൽ അമ്മ തോൽക്കാതിരുന്നാൽ മതി. ഇനി തോറ്റുപോയാൽ എന്തു ചെയ്യും എന്നും ഗീതു ചോദിക്കുക. ഞാനേ ആ പ്രോജക്റ്റിനെ കുറിച്ച് മൂങ്ങാങ്കുഴിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിക്ക് നന്നായിട്ട് മൂങ്ങാങ്കുഴിയിട്ട് നല്ല ആഴത്തിൽ പോയി അന്വേഷിക്കുക. എത്ര അന്വേഷിച്ചാലും നിനക്ക് ഒരു രഹസ്യം പോലും കിട്ടാൻ പോകുന്നില്ല എന്നും രാധിക. നമുക്ക് കാണാമേ, നമുക്ക് കാണാം എന്നും ഗീതു. ഇത് കേട്ടതും രാധിക ആലോചിക്കുകയാണ്. ഇവള് മനുഷ്യനെ ഇതാക്കുമല്ലോ. അല്ലമ്മേ, അമ്മ പറയുന്ന എല്ലാ പ്രോജക്റ്റിൻ്റെ കാര്യവും ഗീതുവും കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അമ്മ അവിടെ പോയി പ്രോജക്റ്റ് ശരിയാക്കിയെങ്കിൽ എല്ലാ രഹസ്യവും ഗീതു ഇവിടെ നിന്ന് മനസ്സിലാക്കി. എന്തായാലും അമ്മ പോയപ്പോൾ ഗീതുവിനെ കൂടെ കൊണ്ടുപോയായിരുന്നില്ലേ? അത് വളരെ പഴയ പ്രോജക്റ്റാണ്, അതുകൊണ്ട് ഗീതുവിന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പഴയതായാലും പുതിയതായാലും എനിക്ക് നന്നായിട്ടറിയാം എന്നും ഗീതു. ഇത് കേട്ടതും എന്തായാലും നമുക്ക് നോക്കാം. അതെ, ഗോവിന്ദേട്ടൻ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, ചിലപ്പോൾ എന്നെ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു മുകളിലേക്ക് പോവുക. അത് കണ്ടതും രാധിക ഞെട്ടലോടുകൂടെ ഇല്ല, കണ്ണനോടൊപ്പം സന്തോഷത്തോടെ അവൾ ഇരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധികയും മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലാകാതെ കാഞ്ചനയും രേഖയും മുഖത്തോട് മുഖം നോക്കുക. ഇത്രയും നേരം വിഷമിച്ചിരുന്ന ഗീതു പാപ്പ ഏതൊക്കെ ഇവളോ സീക്രമാ ഓടണേ എന്നും എനിക്കറിയില്ല എന്നും രേഖ. അപ്പോൾ ഗീതു മുകളിൽ റൂമിൻ്റെ വാതിക്കെ പോയി നിന്നിട്ട് ആലോചിക്കുകയാണ്. കാണുന്നില്ലല്ലോ തള്ളച്ചിയെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ രാധിക ഭയങ്കര വേഗത്തിൽ സ്റ്റെപ്പിലൂടെ മുകളിൽ കയറി വരിക. ഈ സമയം ഗോവിന്ദ് വാതിൽ തുറന്നതും ഗീതു അവിടെ നിൽക്കുമ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് നീ എന്തിനാ ഓടിക്കതിച്ച് എൻ്റെ മുറിയിലേക്ക് വരുന്നേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നും ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗീതു രാധിക വരുന്നത് ശ്രദ്ധിച്ചു. ഈശ്വര, ഇവിടെ വെച്ച് ഗോവിന്ദേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്ന കണ്ട ഉറപ്പായിട്ടും ഇവർക്ക് സന്തോഷവും. അങ്ങനെ വരാൻ പാടില്ല. അയ്യോ, എനിക്ക് തല കറങ്ങുന്നു ഗോവിന്ദേട്ട, എനിക്ക് തല കറങ്ങുന്നു, വല്ലാതെ തല കറങ്ങുന്നു ഗോവിന്ദേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ കൈകളിലേക്ക് വീണു. ഗോവിന്ദ് പെട്ടെന്ന് തന്നെ ഗീതുവിനെ താങ്ങി പിടിച്ചു. കെട്ടിപ്പിടിച്ചുകൊണ്ട്
ഗീതുവിനോട് ഗീതു ഗീതു എന്താ പറ്റിയ ഗീതു ഇങ്ങനെയൊക്കെ ചോദിക്കുക. ആ സമയം രാധിക അത് കണ്ട് ഞെട്ടലോടുകൂടെ നോക്കുവാണ്. ഷേ ഇവൻ എന്തേ കാണിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗീതു അയ്യോ എനിക്ക് തീരെ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് ഗോവിന്ദൻ്റെ മേളിലേക്ക് വീണു. ഗോവിന്ദ് ഗീതുവിനെ താങ്ങി പിടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ രാധിക കാണാൻ വേണ്ടി ഗീതു ഗോവിന്ദനെ ഇറുക്കി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. ഗോവിന്ദ് അപ്പോഴേക്കും ഗീതുവിനെ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതും രാധിക ഞെട്ടലോടുകൂടെ ആലോചിക്കുകയാണ്. ഷേ ഇവനൊരു പെൺകോന്തനായി പോയല്ലോ. എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നവൻ പെണ്ണിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിപ്പോയി. ഗീതുവെന്ന നാശത്തിനെ എങ്ങനെയെങ്കിലും അവനിൽ നിന്നും ഒഴിപ്പിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഗീതുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കുന്നില്ലല്ലോ. കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? എൻ്റെ ഭഗവാനെ, ഞാൻ എങ്ങനെയാ ഈ ഗീതുവിനെ കണ്ണൻ്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തുന്നത്? അവനിൽ നിന്നും എങ്ങനെയാ അകറ്റുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്ത് പറഞ്ഞ ഗോവിന്ദനെ വിശ്വസിപ്പിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നതാണ് തകർപ്പൻ യുദ്ധം. നമ്മളുടെ ഗീതു രഹസ്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന അടിപൊളി മുഹൂർത്തം. ആ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ആരാണെന്നും അറക്കൽ തറവാടിന് 16 വർഷം മുമ്പ് എന്ത് സംഭവിച്ചുവെന്നും ഒക്കെയുള്ള രഹസ്യം കണ്ടുപിടിക്കാൻ ഗീതു ഒരുമ്പിട്ടിറങ്ങുകയും ചെയ്യും. ആ രഹസ്യം കണ്ടെത്തുകയും ചെയ്യും. ഇനിയാണ് രാധിക അമ്മയ്ക്ക് യഥാർത്ഥ പണി കിട്ടാൻ പോകുന്നത്. എന്തായാലും തീർച്ചയായിട്ടും മിസ് ചെയ്ത് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.